ഹായ്, നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന വിഭവങ്ങളോടല്ലേ? അപ്പോൾ ഇന്നത്തെ നല്ല രുചിയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഷുകളാണ്. അത് നമുക്കായി പരിചയപ്പെടുത്തരുന്നത് വീട്ടമ്മയായ മോളി ചേച്ചിയാണ്. ഹായ് മോളി ചേച്ചി. അപ്പോൾ എന്ത് സ്പെഷ്യൽ ഡിഷസ് ആണ് ഞങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഞാനൊരു പോപ്പിൻ എന്ന് പറയും. അത് വളരെ വെറൈറ്റി നെയിം ആണല്ലോ. അത് വേറൊരു നാട്ടിൽ ചെന്നാൽ ചിലപ്പോൾ അത് അങ്കിൾ ബൺ എന്ന് പറയും. അങ്ങനെ പല പേരുകളുണ്ട്. അപ്പോൾ മോളി ചേച്ചി, നമ്മൾ ആദ്യം പോപ്പിനല്ലേ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അരിപ്പൊടി, മൈദപ്പൊടി, മുട്ട, പഞ്ചസാര, ഈസ്റ്റ്, ഏലക്കപ്പൊടി. ഓക്കെ, ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ബൗൾ എടുത്തിട്ട് ഇതിൻ്റെ മിക്സിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അരിപ്പൊടി. ഇത് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ്. ഇനി മൈദ. അപ്പം അടുത്ത മൈദപ്പൊടി, അതും ഒരു ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പം രണ്ടും ഒരു തുല്യ അളവ് അല്ലേ? പിന്നെ പഞ്ചസാര. ഇത് അര ഗ്ലാസ് പഞ്ചസാര. ഇനി മുട്ട. ഈ മുട്ട എടുക്കുമ്പോൾ അത് മുട്ടയുടെ വെള്ള തന്നെ എടുക്കാം, അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ട മഞ്ഞ ചേർക്കുമ്പോൾ ഇതിന് ആ കളറിന് ഇത് വരും, വ്യത്യാസം വരും. വൈറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ അത് ഇത്തിരി നല്ല വൈറ്റ്നസ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടും കൂടിയാണ് ഇപ്പോൾ നമ്മൾ രണ്ടും കൂടി എടുത്തത്. ഇതിപ്പോൾ ഒരു മുട്ട. ഈസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ അളവിന് ഒരു കുറച്ചിട്ടാൽ മതി. ഈസ്റ്റിന് പകരം നമുക്ക് കള്ള് ഉപയോഗിക്കാം. അപ്പോൾ അതിന് പകരമാണ് നമ്മളിപ്പോൾ ഇത് ഇടുന്നത്. ഇത് കൂളിംഗ് ഈസ്റ്റ് ആണ്. സാധാ ഈസ്റ്റിനേക്കാളും പെട്ടെന്ന് ആവാനായിട്ട്. നമ്മളിപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇത് എങ്ങനെ മിക്സ് ചെയ്യും? ഇത് തേങ്ങാപ്പാലിലാണ് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ തേങ്ങാപ്പാലും കൂടെ ഉണ്ട്. അപ്പോൾ തേങ്ങാപ്പാലാണ് മിക്സ് ചെയ്യുന്നത്. അതിൽ തൻപാല്, ആദ്യത്തെ പാല് മുന്നൊഴിക്കണം. എന്നിട്ട് വെള്ളം നമുക്ക് പോരായി തോന്നണമെങ്കിൽ മാത്രം രണ്ടാം പാലും കൊടുത്താൽ മതി. ചേരുവകളെല്ലാം നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ ശരിക്കും മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ലൂസായിട്ടാണ് അല്ലേ എടുക്കുന്നത്? നല്ല ടൈറ്റ് ആവേണ്ട ആവശ്യം. നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ. മിക്സ് ചെയ്തിട്ടുണ്ട്. കുറേ നേരം ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യണം മോളി ചേച്ചി? വേണ്ട. ഇത് നമ്മൾ കട്ട നമ്മളിതിൽ തരി ഉണ്ടാവില്ല, ഉടയ്ക്കുമ്പോൾ തരി ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇതാവുന്ന വരെ കിടക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഓക്കെ. അപ്പോൾ ഇതുപോലെയാണ് ശരിക്കും നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നമ്മൾ 2 മണിക്കൂർ വെക്കണം. പക്ഷെ നമുക്കിപ്പോൾ ഇത് 2 മണിക്കൂർ ഇരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മോളി ചേച്ചി നമ്മൾ മിക്സിങ് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ചട്ടിയിലാണ് നമ്മളിപ്പോൾ പോപ്പിൻ അഥവാ അങ്കിൾ ബൺ. എനിക്ക് അങ്കിൾ ബൺ പേരെ ഇഷ്ടപ്പെട്ടെ. അപ്പോൾ എന്തായാലും അങ്കിൾ ബൺ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഇതിൽ ഏലക്കപ്പൊടി ചേർക്കണം. ഓക്കെ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ ഏലക്കപ്പൊടി നമ്മൾ അത് ഉണ്ടാക്കുന്ന നേരത്ത് ഇട്ടാൽ അതിൻ്റെ ആ ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എണ്ണയൊന്നും വേണ്ട അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇനി കുരു ഒഴിക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. നമുക്കതിൽ വേണമെങ്കിൽ നമ്മൾ ഇത്തിരി വെള്ളം വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഉണ്ണിപ്പച്ചട്ടി നമ്മളെ ഇൻഡാലിയത്തിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വരുമ്പോൾ നമ്മളിത് കുറച്ച് എണ്ണ ഒന്ന് തൂവി കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് എങ്ങനെയാണ് മോളി ചേച്ചി? അത് എൻ്റെ അമ്മച്ചി ഇത്തിരി പാചകത്തിനൊക്കെ ഇത്തിരി നല്ല ആളാണ്. അപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടുന്ന കഴിവാണ് ഇത് അല്ലേ?
നമ്മൾ നിറച്ചൊഴിക്കരുത്. നമ്മൾ ഇതിന്റെ പകുതി ചട്ടിയുടെ ഇതിന്റെ അളവിന്റെ പകുതി വെച്ചിട്ട്. ഓക്കെ, ഇത് നിറഞ്ഞു നിൽക്കരുത്. അത് കഴിഞ്ഞിട്ട് ഇത് മൂടി വെക്കണം. എത്ര ടൈം വേണം? ഇത് ഇപ്പൊ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പതുക്കം പൊങ്ങി ഇത് വരുമ്പം നമുക്കത് ഇങ്ങനെ പതുക്കം നോക്കുമ്പോൾ അതിന്റെ അടി നല്ല ബ്രൗൺ കളർ അതാണ് അതിന്റെ കറക്റ്റ് പാകം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും അല്ലേ? അപ്പൊ ഇനി എന്തെങ്കിലും ചെയ്യാൻ ഇതില് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ചെറി വെച്ച് കൊടുക്കും. ഓക്കെ. ഏകദേശം ഒരു പകുതി പാകമാകുമ്പോഴത്തേനും നമ്മൾ ഇതുപോലെ ആ ചെറിയതിന്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് അല്ലേ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ പോപ്പിൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു വെക്കാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണ്ട, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു ഐസ്ക്രീം ബോൾ ഇരിക്കുന്ന പോലെ തന്നെ. ശരിക്കും ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല ചൂടാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ബ്രൗൺ കളറ്, മുകളിൽ വൈറ്റ് കളർ തന്നെ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ തന്നെ. പിന്നെ ആ ഒരു ഏലക്കയുടെ പ്രത്യേക ഒരു സ്മെല്ലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടാറാതെ എന്തായാലും എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. പോപ്പിൻ തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിന്റെ ബാക്ക് സൈഡ് നല്ല ക്രിസ്പി ആയിരിക്കും അല്ലേ? അടിപൊളി. ശരിക്കും ബാക്ക് സൈഡ് നല്ല ക്രിസ്പിയാണ്, പക്ഷെ മുകളിലെ പോർഷൻ നല്ല സോഫ്റ്റും ആണ്. കുറച്ചുകൂടി കഴിയട്ടെ കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഏത് ഹോട്ടലിൽ ചെന്നാലും എങ്ങനെ ബേക്കറി പലഹാരങ്ങൾ മേടിച്ച് കഴിച്ചാലും ഇതുപോലത്തെ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. കാരണം ഏറ്റവും ബാക്ക് സൈഡിൽ ഞാൻ പറഞ്ഞു നല്ല ക്രിസ്പിയാണ്, എന്നാൽ ഫ്രണ്ട് പോർഷൻ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതിനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ ആ ഒരു ഏലക്ക പൊടിയുടെ അതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ സംസാരിച്ചെന്നാൽ കഴിക്കലടക്കത്തില്ല കേട്ടോ മോളി ചേച്ചി. എന്തായാലും ഇതൊരു കൈപ്പുണ്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ പോപ്പിൻ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പ്രിപ്പറേഷൻ പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റിന് നമ്മൾ ചെയ്തത് അരിപ്പൊടി, മൈദ, പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര. അതിനൊരു അളവുണ്ട്. മൈദയും അരിപ്പൊടിയും നമ്മൾ ഓരോ ഗ്ലാസ് എടുക്കാം. അതിൻ്റെ പകുതി, അതായത് 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തു. പിന്നെ മുട്ടയുടെ വെള്ളം വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് പതപ്പിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ അരിപ്പൊടി, മൈദ എടുത്തു, പിന്നെ അതിലേക്ക് പഞ്ചസാര, പിന്നെ മുട്ട, പിന്നെ ജസ്റ്റ് ഈസ്റ്റ്, അതും കൂളിംഗ് ഈസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഇട്ട് ഇനി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തേങ്ങാപ്പാലാണ്. എന്നാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ തേങ്ങാപ്പാൽ ആദ്യ പാൽ ഉപയോഗിച്ച് നമ്മൾ ശരിക്കും ബാറ്റർ ഉണ്ടാക്കാം. പിന്നെ അത് കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാലും കൂടി ഒഴിക്കാം. പിന്നെ ഏകദേശം ഒരു 2 മണിക്കൂർ വയ്ക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിലാണ് ഏലക്കാപ്പൊടി അതിൻ്റെ മുകളിലിടാം. പിന്നെ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി കണ്ടില്ല നമ്മൾ നേരത്തെ, ആ ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് ഇതുപോലെ ഓരോ സ്പൂൺ, അത് നിറഞ്ഞു നിൽക്കാതെ പകുതിയായിട്ട് ഓരോ സ്പൂൺ ഇടാം. കുറച്ച് ചൂടായി, ഏകദേശം ഒരു അടിഭാഗം ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ആ ചെറി നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു 4 മണി പലഹാരം പോപ്പി കണ്ടോ അല്ലേ? അപ്പോൾ വീട്ടിൽ തന്നെ ഇനി നിങ്ങൾ വൈകിട്ട് എവിടെയും പോയി ഒന്നും കഴിക്കണ്ട, വീട്ടിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഡിഷിന് ശേഷം രണ്ടാമത് മോളി ചേച്ചിയുടെ സ്പെഷ്യൽ മാങ്ങാക്കറിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോളി ചേച്ചി എന്നെ പരിചയപ്പെടുത്തിക്കാം. മാങ്ങ, അത് നമ്മൾ ഉപ്പും മഞ്ഞളും ചൊറുക്കയും കൂടി അത് കൂട്ടി തിരുമ്മി ഒരു കുറച്ച് നേരം 10-15 മിനിറ്റ് നേരം അത് വെക്കണം. പിന്നെ
മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകം, പട്ടയും കൂടി പൊടിച്ചതാണ്. പൊടിച്ചത്, അത് ഉലുവപ്പൊടി, ഉപ്പ്, തേങ്ങാപ്പാൽ, ചൊറുക്ക, പിന്നെ ഇഞ്ചി, പച്ചമുളക്. മാങ്ങക്കറിക്ക് വേണ്ട പോലെ തന്നെ ചെറിയുള്ളി ഉണ്ട് അല്ലേ? ചെറിയുള്ളി ഉപയോഗിക്കുന്നത്. ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കറിവേപ്പില. അപ്പൊ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണേ? ആദ്യം ഇപ്പൊ നമ്മൾ അത് കൂട്ടി തിരുമ്മി വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഓക്കെ. ഉള്ളിയിൽ സ്വല്പം മഞ്ഞപ്പൊടി ഇടണം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉള്ളിയാണ്, ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി 1 സ്പൂൺ അല്ല, 1 സ്പൂൺ വേണ്ട, മഞ്ഞപ്പൊടി. ഇനി മുളക് പൊടി. ഓക്കെ. ഒരു 3 ടീസ്പൂൺ. ഇനി മല്ലിപ്പൊടി. ഓക്കെ. അത് 3 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. അതിന് കുറച്ച് ചൊറുക്ക ഇതാണ്. കുറച്ച് മതി. 2 ടീസ്പൂണുള്ള ചൊറുക്ക. അപ്പോൾ 2 ടീസ്പൂൺ ചൊറുക്കാന്ന് വെച്ചാൽ വിനാഗിരി. ഇനി ഇത് കൂട്ടി തിരുമാണ്. ഇതുപോലെ മിക്സ് ചെയ്യണം ശരിക്കും കൈ വെച്ചിട്ട്. അത് നന്നായിട്ട് ആ ഉള്ളി മിക്സ് ചെയ്ത് ഈ മസാലയിലൊക്കെ ആ ഉള്ളി ശരിക്കും ഒന്ന് പിടിക്കണം. വാവ്. ഇഞ്ചി, പച്ചമുളക്, ഇത് മൊത്തം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും കൂടി നമ്മൾ ഇടുകയാണ്. അതും കൂടി കൂടെ അല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ ശരിക്കും മിക്സ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിക്കും. ഓക്കെ. അത് നേരെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഏകദേശം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ഒരു മിക്സിങ്ങിലാണ് പ്രത്യേകത ഇരിക്കുന്നത്. മതി അല്ലേ? ഇനി 2ാം പാൽ ഒഴിക്കണം. ഓക്കെ. 2ാം പാലാണ് ഫസ്റ്റ് നമ്മൾ ഒഴിക്കുന്നത്. എത്ര തേങ്ങ വേണം? ഇത് 2 തേങ്ങയുടെ പാല്. 2 തേങ്ങയുടെ പാലാണ് നല്ല മൂത്ത തേങ്ങയുടെ 2 പാൽ. ചെറിയ ഇതാണെങ്കിൽ 3 ഇടേണ്ടി വരും. ഒന്ന് മൂടി വെച്ചേക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് തിള വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ 2ാം പാൽ ഒഴിച്ചിട്ട് മൂടി വെച്ചിരിക്കുകയല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് ഇത് തിളയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു വെച്ചത് മാങ്ങയും ഉപ്പും മഞ്ഞപ്പൊടി പിന്നെ വിനാഗിരിയും കൂടിയിട്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പുളി കുറഞ്ഞ മാങ്ങ വേണം ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ തൊണ്ട് നന്നായിട്ട് താത്തിച്ചെത്തണം. തൊണ്ട് നമ്മൾ നോർമലായിട്ട് ചെത്തിയിട്ടുണ്ടെങ്കിൽ ആ മാങ്ങ കറി വെച്ച് കഴിയുമ്പോൾ അത് കറുത്തിരിക്കും. ഓ, അങ്ങനെയുണ്ട്. ഇതിന്റെ തൊണ്ട് ശരിയാണ്. തൊണ്ട് നല്ല കട്ടിയിൽ വരുവാണെങ്കിൽ അത് കറുത്തിരിക്കും. അപ്പോൾ നമ്മൾ തൊണ്ട് നന്നായിട്ട് താത്തിച്ചെത്തണം. എന്നിട്ട് അത് തിരുമ്മി അവിടെ വെച്ചേക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. 15-20 മിനിറ്റ്. അതിപ്പോൾ നമ്മൾ മറ്റേതൊക്കെ പാലൊക്കെ ശരിയാക്കി എടുക്കുമ്പോൾ മുന്നേ ഇത് റെഡിയാക്കി വെക്കാം. അപ്പോഴൊക്കെയാണല്ലോ നമ്മൾ പാലൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിരുന്ന മാങ്ങക്കറി ഏകദേശം തിളച്ചിട്ടുണ്ടാവും. നോക്കാം. ഇതിലോട്ട് നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ച് പെരിഞ്ജീരകവും കറുവപ്പട്ടയും കൂടി പൊടിച്ചതിടാൻ പോവാണ്. ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു മതി അല്ലേ? ഇനി നമുക്ക് ഇതിലോട്ട് മാങ്ങിയിടാം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ തന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെന്താ ഉപ്പ്, ചൊറുക്ക അത് മിക്സ് ചെയ്ത് വെച്ചാൽ മാങ്ങ ഇടാൻ പോവാണ്. അതായത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇരട്ടെ? ഇതിട്ട് ഒന്ന് നന്നായിട്ട് 2 പ്രാവശ്യം തിളയ്ക്കണം. ചെറിയ കൂടുതൽ
ആരാണ് സപ്പോർട്ട് ചെയ്യണേ കുക്കിംഗ്? സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് എങ്ങനെയാണ് കുക്ക് ചെയ്യാറുണ്ടോ? കുക്കും ചെയ്യൂല, പക്ഷെ ഞാൻ ചെയ്യണത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി അത് ടേസ്റ്റ് നോക്കി ഇന്നത് കുറവുണ്ട് അല്ലെങ്കിൽ ഇന്നതെന്ന് പറയും. ഇനി തൻപാൽ ഒഴിക്കാം. ഇപ്പം ഏകദേശം തിളച്ചിട്ടുണ്ട് ആ മാങ്ങ അതിൽ കിടന്ന്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾക്ക് അത് കട്ടി കുറവാ അല്ലെങ്കിൽ കൂടുതലായിട്ട് തോന്നുന്ന വെച്ചാൽ അതാണെങ്കിൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് പാലിലോട്ട് തൻപാലിലോട്ട് ഇടാം. എന്നിട്ട് അത് ഒഴിച്ച് വെച്ചാൽ ബാക്കിയുള്ള ഒന്നാം പാലിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാണ്. മിക്സ് ചെയ്തേ. അപ്പോൾ ഞാനിപ്പോൾ മല്ലിപ്പൊടി 1 സ്പൂൺ ഏകദേശം ആ ഒന്നാം പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒഴിക്കാം അല്ലേ? ഫുൾ വേണം. ഒഴിച്ചു നമ്മൾ ഇളക്കണ്ട, തള വന്നിട്ട് ഏകദേശം ശരിക്കും ഒന്നാം പാൽ ഒഴിച്ചാൽ അധികം തിളക്കേണ്ട ആവശ്യമില്ല. തള പത പോലെ വരും. തള വന്നു കഴിയുമ്പോൾ ഇത്തിരി ഉലുവപ്പൊടിയും ഇത്തിരി വേപ്പിലയും കൂടി മേലേക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ തിള വന്നതിന് ശേഷം നമ്മൾ ഇതിടണം അല്ലേ? ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. പിന്നെ ഇനി വേപ്പില, കറിവേപ്പില. അപ്പോൾ ശരിയായോ? ശരി. തള വന്നു തുടങ്ങി നിർത്താം. ഓക്കെ. അപ്പം ഇനി നമ്മൾ മാറ്റി വയ്ക്കണം അല്ലേ? നമ്മൾ മാങ്ങക്കറി മാറ്റി വെക്കാണ്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. ഓക്കെ. ഉള്ളിയിടാം. ഇനി നമുക്ക് വേപ്പില ഇട്ടിട്ട് മുളക് ഇടാം. മോളി ചേച്ചിയുടെ മാങ്ങ സ്പെഷ്യൽ കറി റെഡി ആയിട്ടുണ്ട് അല്ലേ? അങ്കമാലി സ്പെഷ്യൽ കറി. ഇനി ടേസ്റ്റ് ചെയ്യാം. ശരിക്കും മോൾ ചേച്ചി ഈ മാങ്ങയുടെ ടേസ്റ്റ്, മാങ്ങക്കറിയുടെ ടേസ്റ്റ് വരുന്നത് നമ്മൾ ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കരുത്. അത് ചൂടാറി നന്നായിട്ട് ശരിക്കും പറയണേ ഇന്നിപ്പോൾ വെച്ച കറി നാളത്തേക്ക് എടുക്കുമ്പോൾ അത് ശരിക്കും നല്ല ടേസ്റ്റ് വരും. പിന്നെ നമ്മൾ ഈ ചൊറുക്കൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് ആ കറിക്ക് കേട് വരില്ല. ഫസ്റ്റ് ഗ്രേവി ടേസ്റ്റ് ചെയ്യാം. എങ്ങനെ ഉണ്ടാവും ഞാൻ പറയില്ല, അത് തന്നെ പറയണം. ഞാൻ കഴിക്കുന്ന പറഞ്ഞിട്ട് മോൾ ചേച്ചിക്ക് എന്ത് തോന്നുന്നു അത് പറഞ്ഞാൽ മതി. കഴിക്കുന്നത് അപ്പോൾ തോന്നുന്നു നന്നായിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പാരി കഴിക്കില്ലല്ലോ. എന്ത് സൂപ്പർ ഗ്രേവി എന്നറിയോ? ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളിട്ട് കറുവപ്പട്ട, അതുപോലെ തന്നെ പെരിഞ്ചീരകം, അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും ആ തേങ്ങാപ്പാലും പുളിയൊക്കെ കൂടി മിക്സ് ചെയ്തുകൊണ്ട്
എല്ലാത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ചെറുതായി ഓരോന്ന് നമ്മൾ കഴിച്ചിറക്കുമ്പോഴാണ് ആ ഒരു ചെറിയ എരിവ്, അതുപോലെ തന്നെ നല്ലൊരു പുളി, പിന്നെ തേങ്ങാപ്പാലിൻ്റെയാണ് ഒരു ചെറിയ മധുരം, എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ഒരു ദിവസം വെച്ചിട്ട് കഴിക്കുമ്പോൾ ഇതിനേലും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കൂടി പറഞ്ഞു കൊടുക്കാം നമ്മൾ ചേച്ചി ആ ഉണ്ടാക്കിയ ഒരു പ്രത്യേക രീതി പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ മാങ്ങ, നേരിയ പുളിയുള്ള മാങ്ങ എടുക്കുക, അതിൽ ഉപ്പ്, മുളക്, മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ചൊറുക്ക മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുക. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചെറിയുള്ളി എടുക്കുക, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പും പിന്നെ ചൊറുക്കയും കൂടി കൂട്ടി നന്നായിട്ട് കൈവച്ച് തിരുമ്മി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിലും ആവശ്യത്തിന് വെള്ളവും അല്ലെങ്കിൽ വിനീഗർ തന്നെ യൂസ് ചെയ്താലും മതി. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്കാണ് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുന്നത്. ആ രണ്ടാം പാലും ഈ മിക്സിങ്ങും കൂടി ഒന്ന് ജസ്റ്റ് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കറുവപ്പട്ടയും അതുപോലെ തന്നെ പെരിഞ്ചീരകവും മിക്സ് ചെയ്ത പൊടി അതൊരു 2 നുള്ളിടാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ, ആ മാങ്ങ നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ, ആ മാങ്ങ ഇതിലേക്ക് ഇടുക. പിന്നെ അതും ആ മസാലയൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ തേങ്ങാപ്പാൽ, 1-ാം പാല് അതിലേക്ക് ആവശ്യത്തിന് ഒഴിക്കുക. ആ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് മോളി ചേച്ചി ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ച് കട്ടി കൂടണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാൽ 1-ാം പാലിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള മാങ്ങാക്കറി കിട്ടും. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ അതുകൂടി ഇട്ട് ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ മാങ്ങാക്കറി മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് താളിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതാണ് 3rd സ്റ്റേജ്. താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് ചെറിയുള്ളിയും അതുപോലെ വറ്റൽമുളക്, കറിവേപ്പിലയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൊരിച്ചെടുത്ത് ഏറ്റവും ലാസ്റ്റ് ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങാക്കറിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള മോളി ആൻറ്റി റോക്സ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഈ 2 ഡിഷസും ഇന്ന് നമ്മൾ ചെയ്തത് വളരെ സിമ്പിളാണ്, അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കില്ലേ? ഇനിയും പുതുപുത്തൻ രുചികളുമായി നമുക്ക് വീണ്ടും നല്ല രുചിയിലൂടെ കാണണം. അതുവരയ്ക്കും മോളി ആൻറ്റി ബൈ.